രണ്ടുപേർക്കും ഗുണകരമാവുന്ന തീരുമാനമായിരുന്നു മണ്ഡലം മാറ്റം. പക്ഷേ മനസ്സില്ലാ മനസ്സോടെയാണ് കെ.പി. ധനപാലൻ തൃശ്ശൂരിൽ നിന്നത്. ധനപാലൻ ഇവിടുന്ന് മാറുന്ന അവസരത്തിൽ അദ്ദേഹം വല്ല മനസ്സില്ലാ മനസ്സോടെയാണ് പോയത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയോ പ്രസ്താവനകളോ ഒക്കെ എന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാവാം. ധനപാലന് ഈ മാറ്റത്തിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നതെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. അദ്ദേഹത്തോടുണ്ടായിട്ടുള്ള ഒരു സിമ്പതി ഒരുപക്ഷെ നെഗറ്റീവായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ടാവാം. സംഘടനാ ദൗർബല്യങ്ങളും തനിക്ക് പ്രതികൂലമായി. ഇക്കാര്യങ്ങളെല്ലാം KPCCയെ അറിയിച്ചതായും PC ചാക്കോ പറഞ്ഞു. ഞാൻ എപ്പോഴും മണ്ഡലം മാറി സഞ്ചരിക്കുന്ന ഒരാളാണെന്നും മണ്ഡലത്തെ അവഗണിക്കുന്ന ആളാണെന്നുള്ള പ്രചരണം ഒരു വശത്ത്. ഈ പ്രചരണത്തിന് പിന്നിൽ ആരാണ്? യഥാർത്ഥത്തിൽ ആരാണ്? കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ്. ഇതിനു മറുപടിയായി ചാലക്കുടിയിൽ മത്സരിച്ചാൽ താൻ ജയിക്കുമായിരുന്നുവെന്ന് K.P. ധനപാലനും തിരിച്ചടിച്ചു. ആ കളരിയിൽ നിന്ന് എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും പാർട്ടിയുടെ താല്പര്യം കൊണ്ട്, പാർട്ടിയുടെ ആഗ്രഹം കൊണ്ടും, പാർട്ടി ഇങ്ങനെ ഒരു വിശാലമായ താല്പര്യം എന്റെ മുന്നിൽ വെച്ചപ്പോൾ ഞാനതിന് വഴങ്ങുകയാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഏറെ ചർച്ചയായ മണ്ഡലം മാറ്റം വീണ്ടും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. സന്ധ്യ, മീഡിയ 1, കൊച്ചി.